എന്തോരം മുമ്പേലാണെങ്കിൽ എൽസമ്മയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് റീത്ത എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ എൽസമ്മയ്ക്കും മക്കൾക്കും നീതി കിട്ടണമെന്ന് അച്ഛനോട് പറയുന്ന റീത്താമ്മയെയാണ് കാണാൻ സാധിക്കുക. ഇതേ സമയം അച്ഛൻ പറയുന്നുണ്ട്, സ്റ്റാലിനെയും തെറ്റ് പറയാനായിട്ട് കഴിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. തൻ്റെ മകൾ അനാഥാലയത്തിൽ വേദനയും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ആ കാരണം കൊണ്ടുമാവാം സ്റ്റാൻലി ആ മകളെ തൻ്റെ കൂടെ നിർത്തിയത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ അച്ചോ, ഇത്രയും മക്കളുണ്ടായിട്ട് അവരോടൊന്നുമില്ലാത്ത സ്നേഹം എങ്ങനെ സ്റ്റാൻലിക്ക് ആ പെണ്ണിനോട് മാത്രമുണ്ടായി എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ റീത്താമ്മേ, ആ പെൺകുട്ടിയുടെ അവസ്ഥ തന്നെയായിരിക്കാം അതിന് കാരണമെന്ന് അച്ഛൻ പറഞ്ഞു വെക്കുന്നു. അതായത് ആ പെൺകുട്ടി ആരുമില്ലാതെ ഒറ്റപ്പെട്ടല്ലേ താമസിച്ചത്. ഇവിടെ സ്റ്റാലിൻ്റെ മക്കൾക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു പ്രശ്നം തന്നെ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം റീത്തയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആരാണ് എൽസമ്മയുടെ മക്കളെ നോക്കുന്നത്? എൽസമ്മ എവിടെയാണ് ഈ ധ്യാനത്തിന് പോയിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൽസമ്മയുടെ മക്കളെ നോക്കുന്നത് താനാണെന്ന് റീത്ത പറയുകയും അവൾ കുറേ ധ്യാനത്തിനും കുറേ കൗൺസിലിങ്ങിനും ഒക്കെ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം എടുത്ത വഴി പറയുന്നുണ്ട്, വല്ലവരുടെ കൈകളിൽ തൻ്റെ മക്കളെ ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് എങ്ങനെ സാധിക്കുന്നു ധ്യാനത്തിന് പോകാൻ എന്ന് ചോദിക്കുമ്പോൾ, അച്ചോ, ഞാനാണ് നോക്കുന്നത് മക്കളെ. ഞാൻ മക്കളെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവർക്ക് അമ്മ പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ, അമ്മ പോലെ തന്നെയാണെന്ന് കരുതി ഒരിക്കലും അമ്മയാകില്ല റീത്താമ്മ എന്ന് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ അമ്മയുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അമ്മയ്ക്ക് പകരം വയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ടാനിയയുടെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ ചിരി വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ടാനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. കാരണം അച്ഛൻ അങ്ങനെ പറയുന്നത് ടാനിയയ്ക്ക് നല്ല ഇഷ്ടമാകുന്നുണ്ട്. കാരണം റീത്തയുടെ കീഴിൽ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ലാതെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ അവർ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ല. കാരണം റീത്തയെ തൻ്റെ സഹോദരിയെ എൽസമ്മയ്ക്ക് വളരെ വിശ്വാസമാണ്. അതുതന്നെയാണ് പ്രധാന കാരണമെന്ന് കാണാൻ സാധിക്കും. അത് തകർക്കാനായിട്ട് ആരെക്കൊണ്ടും കഴിയുന്നില്ല എന്നും കാണാം. അതുകൊണ്ട് എൽസമ്മ ഇങ്ങനെ പോയിരിക്കുന്നതൊന്നും ശരിയല്ല എന്നും കാര്യങ്ങളൊക്കെ എൽസമ്മ വരുമ്പോൾ പറയണമെന്നും സംസാരിക്കണമെന്നും മക്കൾ എന്തെങ്കിലും കരുതൽ വേണ്ട. 2 പെൺമക്കളാണ്, വിവാഹപ്രായമാകുന്നതിന് മുമ്പ് എന്തെങ്കിലും കരുതലൊക്കെ വേണ്ടേ? അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം എൻ്റെ അച്ഛൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ റീത്താമ്മേ, ഞാൻ എന്ത് പരിഹാരം കണ്ടെത്താനാണ്? ഞാൻ എന്തായാലും എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റാലിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാലിയോട് ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാലിനോട് സംസാരിച്ചിട്ട് അയാളും എന്താണ് പറയുന്നതെന്ന് ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നതും കാണാം.
എന്തായാലും എൽസമ്മയോട് അധികം വൈകാതെ വരാനായിട്ട് പറയാനായിട്ട് അച്ഛൻ പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അച്ഛൻ പോവുകയാണ്. ഇവിടെ അലീനയോ ഭരണപരിഷ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിക്കും ആക്രമണത്തിനുമെതിരെ അലീന ശക്തമായി തന്നെ ശബ്ദമുയർത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പൗലോസിനോട് തീർത്ത് പറയുകയാണ് അലീന. ഇന്നു മുതൽ ഞാനാണ് ഇവിടെ അധികാരം. ഞാൻ പറയുന്നതേ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ പൗലോസേട്ടൻ്റെ വീട്ടിൽ പോയി ചെയ്തോളൂ. അതിനൊന്നും യാതൊരു പ്രശ്നമോ യാതൊരു കുഴപ്പമോ ഇല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. യുദ്ധത്തിന് നിൽക്കുന്നതിന് മുമ്പ് 2-3 വട്ടം ചിന്തിക്കണമെന്നും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ എന്തായാലും ഞാൻ പുറത്താക്കിയിരിക്കുമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പെട്ടിയും പ്രമാണവും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് തനിക്കെതിരെ യുദ്ധത്തിന് നിന്നാൽ മതി എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഇതേസമയം പൗലോസാണെങ്കിൽ അലീനയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് എന്ന് കാണാം. ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. കാരണം പൗലോസിന് അലീനയെ അനുസരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ പിഴച്ചുണ്ടായതെന്നും പറയുന്നത് താൻ അനുസരിക്കില്ല എന്ന് ഡ്രൈവറോട് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവളുടെ വരവാണ്. റീത്ത ഒരുപാട് കുത്തിവെച്ച് കൊടുത്ത് എൽസമ്മ കടന്നു വരികയാണ്. എൽസമ്മ വന്നു കഴിയുമ്പോൾ നമ്മുടെ അലീനയെ കാണുകയാണ്. അലീനയും എൽസമ്മയും പരസ്പരം സംസാരിക്കുകയാണ്. ഒടുവിൽ അലീനയുടെ വെളിപ്പെടുത്തലുകൾ ദൈവമാർഗത്തിലുള്ള നമ്മുടെ എൽസമ്മയ്ക്ക് മനസ്സിലാവുകയും എൽസമ്മ അലീനയ്ക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സ്റ്റാൻലി ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. അതായത് എൽസമ്മ ഇങ്ങനെ അലീനയെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുമെന്നും സ്നേഹിക്കുമെന്നൊന്നും നമ്മുടെ സ്റ്റാൻലി വിചാരിക്കുന്നില്ല. അലീനയെ കണ്ടപ്പോൾ എൽസമ്മയിലുള്ള മാറ്റം പെട്ടെന്ന് തന്നെ സ്റ്റാൻലി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത്